ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. വിജയാശംസകൾ നേരുക. ഇന്ന് നമ്മളെല്ലാം സംബന്ധിച്ച് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ എല്ലാം ഗ്രേറ്റ് മോട്ടിവേറ്റർ നമ്മുടെ ബാറ്റോറിയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മുതൽക്കൂട്ടാണ് മിനീഷ് സാറ്. മിനീഷ് സാറാണ് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത്. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ വെക്കുന്നത്, കേട്ടില്ലേ? കാരണം ഇനി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഇൻഡസ്ട്രി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, തൊഴിൽ മേഖല മുഴുവൻ അമേരിക്കയിലെ സ്ഥിതി വായിച്ചില്ലേ നിങ്ങൾ കഴിഞ്ഞ ദിവസം? അവിടുത്തെ തൊഴിൽ പിരിച്ചുവിടാൻ വേണ്ടി ഇപ്പോൾ ആളുകളെ സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ചില്ല് കൊട്ടാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുക അമേരിക്ക പോലും. ആലോചിച്ച് നോക്കണം നിങ്ങൾ, മനസ്സിലായ? ചുങ്കം ചുമത്തിക്കൊണ്ടിരിക്കുക, ലോകത്തെ എല്ലാ രാജ്യക്കാരും ചുങ്കം ചുമത്തിക്കൊണ്ടിരിക്കുക പുള്ളി. എന്നിട്ടും രക്ഷയില്ല. ഇരട്ടി ചുങ്കം, 4 ഇരട്ടി ചുങ്കം, 100%. എന്നിട്ട് ഇടിഞ്ഞു വീഴാൻ വേണ്ടി പോവാ. അതാണ് ആഗോള സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത്. ആ ഒരു ലോകത്താണ് നമ്മൾ നീന്തി തുടിക്കുന്നത് വലിയ പ്രതീക്ഷകളായിട്ട്. ഇപ്പൊ ജോലി എന്ന് പറയുന്ന സ്വപ്നം കുഴിച്ചു മൂടപ്പെടാൻ വേണ്ടി പോവാ. ഒരു സംശയം വേണ്ട, കുറച്ച് ആളുകൾക്ക് കിട്ടുള്ളൂ ഇനി ജോലി. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ പോലുള്ള ആളുകൾക്ക്, നമ്മുടെ തലമുറകൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഇൻഡസ്ട്രി, പ്രൂവ് ചെയ്ത ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതിൽ വിജയിക്കാൻ എന്തൊക്കെ വേണം? അതുകൊണ്ട് കാലഘട്ടത്തിനനുസരിച്ച് സാധ്യതയുള്ള ഒരു മേഖലയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നമുക്ക് ആദ്യം ഒരു ധാരണ ഉണ്ടാകണം. ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത്. വളരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതിൽ നമ്പർ 1 കമ്പനിയാണ് ബയോട്ടോറിയ. അതാണ് നമ്മളെ ഏറ്റവും മഹത്വം എന്ന് പറയുന്നത്, മനസ്സിലായ? അതാണ് ഇപ്പൊ മനീഷ് സാർ ഇവിടെ സൂചിപ്പിച്ചു, പല കമ്പനികളിലെ ലീഡേഴ്സിനും ബയോട്ടോറിയ ഇഷ്ടമാണ്, പക്ഷെ വരാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവിടെ പൂച്ചുവിലങ്ങുണ്ട് അവർക്ക്. കാരണം അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. എത്രയോ വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. അവരുടെ ലക്ഷക്കണക്കിന് ടീം മെമ്പേഴ്സിനാ അല്ലെ നിർത്തി പോകാൻ പറ്റുമോ? മനുഷ്യത്തുള്ളവർ പോവില്ല കേട്ടാ. മനുഷ്യത്തുള്ളാത്തവർ കുറെ ആളുകൾ പോകും. അങ്ങനെ നമ്മളെടുക്കുന്ന കുറെ ആൾ ചാടിപ്പോയിട്ടുണ്ട് അല്ലെ. നിലപാടില്ലാത്തവർ പോകും. നമുക്ക് നിലപാടുണ്ട്, ഒരു ഉറച്ച നിലപാടുണ്ട്. കാരണം നമ്മളെ വാക്കുകൾ വിശ്വസിച്ചിട്ടാണ് ഇങ്ങോട്ട് ആളുകൾ വന്നിരിക്കുന്നത്. അല്ലാണ്ട് കമ്പനിയെ പോയിട്ടോ, കമ്പനിയുടെ ഓഫീസ് കണ്ടിട്ടോ, സാഗർ സാറിനെ പോയി കണ്ടിട്ടോ ഒന്നുമല്ല വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ കൂടെ കട്ടക്ക് ഉണ്ടാവും. എന്നോട് മിനീഷ് സാർ ചോദിച്ച ചോദ്യം ഒരു പരിചയമില്ല എനിക്ക് മിനീഷ് സാറിനെ. എന്നെ കൊണ്ടുപോകുന്നത് ഇപ്പോഴും ഞാൻ എപ്പോഴും പറയാണ്, വടകര ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അകത്തേക്ക് കൊണ്ടുപോകണം, പാർക്കിംഗ് ഏരിയയിലേക്ക് കാറായിട്ട് പാർക്ക് ചെയ്തിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഞാനും ചന്ദ്രമാഷും പവിത്ര സാറും കൂടെയാണ് പോകുന്നത്. ഇപ്പൊ കാറിറങ്ങി വലിയ ലീഡറാ വരുന്നത്, 1 കോടി അച്ചീവ് ചെയ്ത ആളാണെന്നൊക്കെ പറഞ്ഞാൽ പോകും. ഞാൻ അവിടെ ചെന്നിറങ്ങുമ്പോൾ അവിടെ വലിയൊരു പുലിയെടുത്തൊരു പൂച്ച പോയ പോലെയാണ് ഞാൻ, മനസ്സിലായ? ആദ്യം ഒരു തൊക്കൊക്കെ വെച്ചോണ്ട് നിൽപ്പുണ്ട് മിനീഷ് സാറ്. എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം ഇത്രേ ഉള്ളൂ, സാർ ഇതിന്റെ പ്രൊഡക്റ്റും പ്ലാനും ഇതൊന്നും എന്നോട് പറയണ്ട, ഇതൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. ഞാൻ കുറെ നാളായിട്ട് ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാർ ഈ കമ്പനിയിൽ എത്ര നാളുണ്ടാവും ചോദിച്ചു എന്നോട്. ഞാൻ ചിരിച്ചു. അപ്പോ സാധാരണ ഇങ്ങനെ ഒരു ലീഡർ ചോദിക്കാറില്ല അല്ലെ, നിങ്ങൾ ഈ കമ്പനിയിൽ എത്ര നാളുണ്ടാവും? ഇപ്പോഴാണ് ആ ചോദ്യത്തിന്റെ പ്രസക്തി എനിക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സാറേ, ഞാൻ ഒരു വലിയ കമ്പനി ചെയ്തിട്ടില്ല. നിങ്ങളെല്ലാം പല കമ്പനി ചെയ്ത് വന്ന കെങ്കേമന്മാരായിരിക്കും ഇവിടെ ഇരിക്കുന്ന ആളുകൾ, മനസ്സിലായ? ഡയറക്ട് സെല്ലിംഗിലെ ആഗോള ഇല്ലേ ഭീമൻ എന്നറിയപ്പെടുന്ന കമ്പനിയുടെ പേര് പറയുന്നതിന് ഒരു കുഴപ്പമില്ല, കാരണം നമ്മൾ ഫാമിലി മെമ്പേഴ്സ്. ആംബേ ഇല്ലേ ആഗോള ഭീമനാണ്. ഞാൻ അത് ചെയ്തിട്ടില്ല. അതിനുശേഷം ഇന്ത്യൻ കമ്പനി മോഡിക്കെയർ ഞാൻ ചെയ്തിട്ടില്ല, മനസ്സിലായ? അതിനുശേഷം RMP വലിയ വിപ്ലവം ഉണ്ടാക്കി അല്ലെ, വലിയ കോടീശ്വരന്മാർ, എത്രയോ കോടികൾ ആളുകൾക്ക് വരുമാനം നേടിക്കൊടുത്ത ഭയങ്കര ഒരു കമ്പനി ഞാൻ ചെയ്തിട്ടില്ല. മൈ ലൈഫ് സ്റ്റൈൽ അടിപൊളിയായിട്ട് ഇപ്പൊ പോകുന്നൊരു കമ്പനിയാണ്, ഞാൻ ചെയ്തിട്ടില്ല. ഇൻഡസ് വിവ ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ 0 ഡയറക്ട് സെല്ലിംഗ്. നിങ്ങൾ മനസ്സിലാക്കാനാണ് ഞാൻ ഈ പറയണത്. ഇതെല്ലാം ചെയ്ത് വലിയൊരു എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ഇതിന് വിജയിക്കണം എന്നുള്ള ഒരു ആവേശം മതി, തോറ്റു കൊടുക്കില്ല, മനസ്സിലായ? തോറ്റു കൊടുക്കില്ല എന്നൊരു ആവേശം മതി എന്റെ പൊന്നു സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് ഞാൻ ചെറിയ 1-2 കമ്പനികൾ ചെയ്ത ചെറിയൊരു എക്സ്പീരിയൻസ് എനിക്കുള്ളൂ. ഞാൻ സാറിനോട് പറഞ്ഞ, സാറേ ഞാൻ ചെറിയ ചെയ്ത കമ്പനികളിൽ ചില എക്സ്പീരിയൻസ് ഉള്ളൂ. ആ കമ്പനി അടച്ചുപൂട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ നിന്ന് നിർത്തേണ്ടി വന്നത്. അതുകൊണ്ട് ബയോട്ടോറിയ ഉള്ള കാലത്തോളം ഞാൻ ബയോട്ടോറിയത്തിലുണ്ടാവും. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാമോ? അല്ല, പല ലീഡർമാരും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ചാടിപ്പോകും വേറെ കമ്പനിയിലേക്ക്, ഓഫർ കിട്ടുമ്പോൾ ചാടും. ഞാൻ പറഞ്ഞു, ഞാൻ ചാടൂല, എന്റെ സ്വഭാവം അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ. അങ്ങനെ അന്ന് അവിടുന്ന് ഷെയ്ക്കേണ്ടി കൊടുത്തിട്ടാണ് മിനീഷ് സാറ് നമ്മുടെ കൂട്ടത്തിലേക്ക് വരുന്നത്. അവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു പ്രയാണമായിരുന്നു, അടിപൊളിയായിട്ട്. ഇന്നും അല്ലെ, എന്ത് ഭൂമി കുലുങ്ങിയാലും അല്ലെ, ഇവിടെ ബയോട്ടോറിയത്തിൽ അടിയുറച്ച് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം. എവിടെ പോയാലും പണിയെടുക്കണം. പണിയെടുക്കാണ്ട് ഡയറക്ട് സെല്ലിംഗിൽ കാശ് കിട്ടൂല. ടീം ഡെവലപ്പ് ചെയ്യണം, വിയർപ്പൊഴുക്കണം, ഓടണം, കഷ്ടപ്പെടണം. അവർക്കേ കാശുണ്ടാക്കാൻ പറ്റുള്ളൂ തുടക്കത്തിൽ.
ഇതെല്ലാം തുടങ്ങി അത് റെഡി ആയി കഴിഞ്ഞാൽ മാവിന്റെ മുകളിൽ നല്ല മാമ്പഴം ഇങ്ങനെ വരും പോലെയാണ്. പിന്നെ ഇങ്ങനെ പറിച്ചെടുത്തുകൊണ്ടിരുന്നാൽ മതി. പിന്നെ ഓരോ സുപ്രഭാതങ്ങളിൽ ഇങ്ങനെ കാഴ്ച വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പിന്നെ മീറ്റിംഗ് സെന്ററിൽ പോയിട്ട് ഹായ് ഹായ് കാണിച്ചാൽ മതി അല്ലേ. പക്ഷെ ആദ്യം അത് റബ്ബർ ടാപ്പ് ചെയ്യണമെങ്കിൽ 7 വർഷം പണിയെടുക്കണം. വേണ്ടേ? തേങ്ങ പറിക്കണമെങ്കിൽ തെങ്ങ് നട്ടു വളർത്തിയിട്ട് കുറച്ച് പണിയെടുക്കണം. അത്രയൊന്നും കഷ്ടപ്പാടുണ്ടോ ഇവിടെ? ഇല്ലല്ലോ. ഇവിടെ 1-2 മാസം കൊണ്ട്, ഒരു 90 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മാവ് പൂക്കാൻ തുടങ്ങും ഇല്ലേ. ഇല്ലേ, ക്രൈറ്റീരിയ ഒക്കെ ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ആവും. പിന്നെ ഫാമിലി ബോണസ് വരാൻ തുടങ്ങും. ഇത്രയും സൂപ്പർ ഇൻകം കൊടുക്കുന്ന കമ്പനിയാണ് ഇവിടെയുള്ളത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല മക്കളെ. മനസ്സിലായ? നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. അത്രയും സ്ട്രോങ് ആണ് ബയോട്ടോറിയം. അത്രയും അടിപൊളി ഇൻകം അല്ലേ ഇവിടെ കൊടുക്കുന്നത്. ബയോട്ടോറിയം നിർത്തിപ്പോയ ആളുകളെ ഞാൻ ഇന്നലെ 1-2 ആളെ കണ്ടു. അവരുടെ മനസ്സ് ഇപ്പോൾ ഇവിടെ തന്നെയാണ്. കാരണം ഈ ഫാമിലി ബോണസ് അനുഭവിച്ച സുഖം ഒരു കമ്പനിയിൽ പോയാലും കിട്ടൂല. നമ്മൾ എത്ര ഡെപ്ത് പോയാലും 100 PV മാച്ച് ചെയ്യുമ്പോൾ 6820 രൂപ കൊടുക്കുന്ന അല്ലെ. ചില ലീഡേഴ്സിനോട് പിണങ്ങിയിട്ട് ആളുകൾ പോകാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ അങ്ങനെ പിണക്കരുതാടി, പരമാവധി ചേർത്ത് നിർത്തണം. പിന്നെ നമ്മളെ വിട്ട് ചവിട്ടിയാൽ എന്താ ചെയ്യാം അല്ലെ. നമ്മളിട്ട് ചവിട്ടിയാൽ നമ്മൾ പശുവിനെ കറക്കാൻ പോകുമ്പോൾ പശു ചവിട്ടും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇച്ചിരി കൂടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിനൊന്ന് തടവി റെഡിയാക്കി ഇച്ചിരി പുല്ലൊക്കെ ഇട്ട് കൊടുത്ത് അല്ലെ, ഈ വെള്ളമൊക്കെ കൊടുത്തിട്ട് വീണ്ടും അതിനെന്ത് ചെയ്യും? നമ്മൾ കറന്നെടുക്കാറുണ്ട് അല്ലേ. അതുപോലെ പരമാവധി നോക്കണം. ഒരു രക്ഷയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാ, പോവാ. ഇവിടെ പലരും പറയുന്നത് കമ്പനി നല്ലത്, പ്രൊഡക്റ്റ് നല്ലത്, ഇൻകം പ്ലാൻ നല്ലത്, എല്ലാം നല്ലത്. മനോജ് ശരിയല്ല. മനോജ് ശരിയല്ല. ബൈ ഗോഡ്, ഞാൻ ആരും ശരിയുണ്ടോ നോക്കിയിട്ടല്ല ഈ കമ്പനിയിലേക്ക് വന്നത്. എന്റെ അപ്ലൈന്റെ കുറ്റം പറഞ്ഞിട്ടല്ല ഞാൻ ഈ കമ്പനിയിൽ നിൽക്കുന്നത്. മനസ്സിലായ? എന്റെ അപ്ലൈൻ ആന്റണി ബോട്ടീസാണ് എനിക്ക് ഈ അവസരം തന്നത്. ഞാൻ എല്ലാ പ്രോഗ്രാമിലും പറയുന്നതാണ്. ശശി സാറ് വരുന്നു, ചക്രിയ സാറുണ്ട്, ആന്റണി ബോട്ടീസാണ് എന്നെ വിളിക്കുന്നത്. അദ്ദേഹത്തിന് ഞാൻ ഇന്ന് വരെ ഒരു സ്ഥലത്തും കുറ്റം പറഞ്ഞിട്ടില്ല. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങളോട് ആരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം എനിക്ക് അവസരം തന്നു. ഇത് കേൾക്കാൻ ഞാൻ പോയി, കേട്ട് കഴിഞ്ഞു, വർക്ക് തുടങ്ങി. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഒറ്റക്ക് തന്നെ പോയിക്കോളാം, സാറ് ബുദ്ധിമുട്ടുണ്ടോ, സാറ് മറ്റേലേക്ക് ഡെവലപ്പ് ചെയ്തു. മനസ്സിലായ? ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചു കൊണ്ടുവന്നിട്ടില്ല. ഒരു സ്ഥലത്ത് പോലും കൊണ്ടുവന്നിട്ടില്ല. ശശി സാർ വന്നപ്പോൾ 1-2 1-to-1 ഞങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, സാറിന്റെ മറ്റേ സൈഡ്, പിന്നെ അവിടെ വേണോ? എന്നെ വിളിച്ചോ. ഞാൻ വലിയ പുലി ആയതുകൊണ്ടല്ല പറഞ്ഞത്. ഞാനൊരു ഷാർപ്പ് ഷൂട്ടറാണ്. മനസ്സിലായ? വെടിവെച്ചാൽ കൊള്ളും. അതാണ് എന്റെ പോയിന്റ്. വെറുതെ തോക്കെടുത്ത് വെടിവെച്ചിട്ട് കാര്യമില്ല, വെടിവെച്ചാൽ കൊള്ളണം. സത്യം സാറേ. മനസ്സിലായ? ചില നായാട്ടുകാരുണ്ട്, തോക്കെടുത്തിട്ട് ഇങ്ങനെ പോകുന്ന ദിവസവും വരുമ്പോ ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായ? അതാണ്. അപ്പൊ ഞാനൊരു ഷാർപ്പ് ഷൂട്ടർ ആണെന്നാണ് ആര് പറഞ്ഞത്? ആന്റണി ബോട്ടീസ് പറഞ്ഞത്. മനസ്സിലായേ? ഞാൻ വെടിവെച്ചാൽ കൊള്ളും. എന്താ പറയാ, ശരിക്കും ലക്ഷ്യം നോക്കി വെടിവെക്കും. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അവരെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചു. ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ ലക്ഷ്യം വിട്ട് പോകരുത്. നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാകണം, ഒരു ഫോക്കസ് ഉണ്ടാവണം. പലരും പേരും കളിയാക്കുകയും തകർക്കാനും ഇതിലൊക്കെ പോകും. എന്തൊക്കെയാണ് കുറ്റം പറയണം? എനിക്കില്ലാത്ത കുറ്റമൊന്നുമില്ല. മനസ്സിലായ? അതാണ് മിനീഷ് സാറ് പറഞ്ഞത്. ഈ കുറ്റമൊക്കെ കേട്ടിട്ട് ഞാൻ നിർത്തിയിരുന്നെങ്കിലോ എന്തൊക്കെ തെറിവിളിയാണെന്നറിയോ? ഗുണ്ടാഭീഷണി വരെ ഉണ്ടായിട്ടുണ്ട്. ഗുണ്ടാഭീഷണി ആലോചിക്കുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എനിക്ക് ഗുണ്ടാഭീഷണി? നിങ്ങളോട് ആരോടെങ്കിലും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങള് മനസ്സിലായ? എന്നാ ഈ പറയുന്ന ആളുകൾ വേറെ ഇത്രയും വലിയ സിസ്റ്റമുള്ള വലിയ കമ്പനിയിൽ 4-5 വർഷം പണിയെടുത്തിട്ട് ഒന്നും കിട്ടാതെ ഇങ്ങോട്ട് വന്ന ആളുകളാണ്. എന്നിട്ട് അവിടെ വീണ്ടും തിരിച്ച് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് വന്നു. ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാനുള്ളതല്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അവരൊന്നും ജീവിതത്തിൽ രക്ഷപ്പെടില്ല. ജീവിതത്തിൽ രക്ഷപ്പെടങ്ങൾ ആദ്യം ഒരു ചില മൂല്യങ്ങൾ ഉണ്ടാകണം ജീവിതത്തിൽ. മനസ്സിലായി? ഡയറക്റ്റ് അല്ല, നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്താലും നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ സത്യസന്ധനായിരിക്കണം. സത്യസന്ധനായിരിക്കണം. മറ്റുള്ളവരെ പറ്റിക്കാനും വഞ്ചിക്കാനും മറ്റുള്ളവരുടെ ടീമിനെ തോണ്ടിക്കൊണ്ടുവരാനും നിങ്ങൾ നിൽക്കരുത്, പ്ലീസ്. മനസ്സിലായില്ലേ? അവരോട് അവരെ എൻകറേജ് ചെയ്യുക. അതാണ് മിനീഷ് സാർ പറഞ്ഞത്. നമ്മൾ ഈ ഇതിലകത്ത് വർക്ക് ചെയ്യുന്ന ആളുകളെ എല്ലാ ലീഡേഴ്സായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. അവരെ പോസിറ്റീവ് എനർജിയാണ് അവർക്ക് കൊടുക്കേണ്ടത്. അടിപൊളി കേട്ടോ, സൂപ്പർ ബിസിനസ് ചെയ്യും, നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ടീമൊന്നും ഇവിടെ വിഷയമല്ല. ഓരോ കുടുംബങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവരുടെ ഓരോ കുടുംബങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. മനസ്സിലായ? മറ്റുള്ളവരുടെ ടീം ഒന്ന് 2 ആൾ ഇങ്ങോട്ട് കൊണ്ടുവരും, ഇവിടുന്ന് അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോവുക. ഒരാളുടെ ഹൃദയം വേദനിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, കേട്ടില്ലേ? ഉറപ്പാ. അതുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതെ നമ്മൾ പോകണം. ഡയറക്ട് സെല്ലിങ് പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ സംഭവിക്കും. ചില ടീം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും, കുറ്റം പറഞ്ഞുകൊണ്ട് പോവും. പക്ഷെ പോയാലും പരമാവധി അതിനെ ചേർത്ത് പിടിച്ച് നിർത്താൻ വേണ്ടി നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. വേദനിപ്പിക്കാതെ, എല്ലാവരും വേദനിപ്പിക്കാതെ ചേർത്ത് നിർത്താൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുമെങ്കിലേ ആത്യന്തികമായിട്ടുള്ള വിജയം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ തൽക്കാലം കുറച്ച് കാശൊക്കെ അവിടെ നിന്നൊക്കെ കിട്ടും.
അതൊക്കെ ടെക്കയെന്ന് പറഞ്ഞ് പോകാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചാൽ നല്ലൊരു മനുഷ്യനായിട്ട് ആദ്യം നമ്മൾ മാറണം. ഹൃദയമുള്ളൊരു മനുഷ്യൻ. റിലേഷൻഷിപ്പാണ് നമുക്ക് ബിസിനസ് ഉണ്ടാക്കി തരുന്നത്. ഇവിടെ റിലേഷൻ ഇല്ലെങ്കിൽ എല്ലാം തീർന്നില്ലേ? ഇല്ലേ? നല്ല ബന്ധമാണ് നമ്മളെ ബിസിനസ്സിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. അപ്പൊ ടീമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അതൊക്കെയാണ് മിനി സാർ ഇവിടെ സംസാരിച്ചത്. നല്ല കമ്മ്യൂണിക്കേഷൻ, ഡെയിലി വിളിക്കുക, പോസിറ്റീവായിട്ട് സംസാരിക്കുക, അവരുടെ സങ്കടങ്ങൾ നമ്മൾ കേൾക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. ഇതിലൊക്കെ സങ്കടങ്ങൾ ഉണ്ടാവും, അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. അവർ പറയുന്നത് നമ്മൾ കേൾക്കാൻ തയ്യാറാകണം. എന്നിട്ട് അതിന് ചെറിയ സൊല്യൂഷനൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. ഇങ്ങനെ നല്ലൊരു മനുഷ്യനാകുക എന്നുള്ളതാണ് ആദ്യം ഇതിനകത്ത് വിജയിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം ഞാൻ പറയുള്ളൂ. നല്ല ക്ഷമയുണ്ടാകണം. ഇതൊന്നും എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. അപ്പൊ മറ്റുള്ളവർ ചിലപ്പോൾ നമ്മളോട് ചൂടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ അവരോട് ക്ഷമിച്ചേക്കുക. നമ്മൾ നമ്മുടെ പാതയിലൂടെ മുന്നോട്ട് പോവുക. ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് അവരോട് കയർക്കാനോ അവരോട് ലഹളക്കോ അവരോട് ബഹളത്തിനോ ഒന്നും പോകണ്ട. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ നമ്മുടേതായ പാതയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകണം. ആ ലക്ഷ്യം വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഒരു സംശയവും വേണ്ട. എൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. ശതകോടീശ്വരൻ എന്ന ഒരു പദവിയാണ് എൻ്റെ ലക്ഷ്യം. വരുമ്പോൾ 1 കോടിയെ ലക്ഷ്യം ഉണ്ടായിരുന്നു. പിന്നെ സാഗർ സാർ ചോദിച്ചപ്പോൾ 3 കോടി വരെ എത്തിയായിരുന്നു. മനസ്സിലായി? ഇപ്പൊ 3 കോടിയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മളെ മദർ പാനം റീപർച്ചേസും കൂടെ വന്നപ്പോ മനസ്സിലായി, ഒരു വർഷം 5.5 കോടി രൂപ നേടാൻ പറ്റുമെങ്കിൽ, ഇല്ലേ? 100 കോടി നേട്ടാൻ വലിയ പണിയുണ്ടോ അവിടെ? ഒരു പണിയുമില്ല. മനസ്സിലായ? അപ്പൊ വലിയ സ്വപ്നങ്ങൾ കാണണ്ട. ഒരു 100 കോടി അങ്ങ് നിങ്ങൾക്ക് സ്വപ്നം കാണണ്ട. നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഒരു സംശയം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. വലിയ സ്വപ്നങ്ങളാണ് നിങ്ങൾ വലിയ വിജയം. അത് ഒറ്റയടിക്ക് സാധിക്കില്ല കേട്ടോ. ഇപ്പൊ മിനീഷ് സാർ പറഞ്ഞ് ക്ലോസ് ചെയ്ത് ഒറ്റ പോയിന്റിൽ ഞാൻ നിർത്തുകയാണ്. അദ്ദേഹം പറഞ്ഞ അവസാനം പറഞ്ഞ 5,60,00,000 രൂപ ഒരു വർഷം കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയാണ്, അല്ലെ? 10% നേടി എത്ര ഉണ്ടാവും? 56 ലക്ഷം ഉണ്ടാവോ? ഉണ്ടാവോ? ഏത് ജോലിക്ക് പോയാൽ കിട്ടും? അല്ലെ? 10% നേടി 56 ലക്ഷം ഉണ്ടാവും. 5% നേടി എത്ര ഉണ്ടാവും? 28 ലക്ഷം ഉണ്ടാവും. വേണ്ട. വീട്ടമ്മമാരോട് ഞാനൊരു റിക്വസ്റ്റ് ചെയ്യുന്നു. വീട്ടമ്മമാരോട്, ലീഡർമാരോടല്ല കേട്ടോ ഇത്. വീട്ടമ്മമാരോട് 1% നേടി എത്ര ഉണ്ടാവും? 5,60,000 രൂപ ഉണ്ടാവും. ഒരു വർഷം കൊണ്ട് 5,60,000 രൂപ ഒരു വീട്ടമ്മക്ക് നേടാം. അവരെ വീട്ടിൽ പശുവിനെ കറക്കുക, തൊഴിലെടുക്കുക, വീട്ടു ജോലി ചെയ്യുക, എല്ലാം ചെയ്താലും 1% പണിയെടുത്താൽ 5,60,000 രൂപ കിട്ടും. മനസ്സിലായില്ലേ? ഏവറേജ് 50,000 രൂപ ആയില്ലേ മാസം? ഇല്ലേ സത്യൻ സാറേ? ഏവറേജ് 50,000 രൂപ ജോലി കിട്ടുന്ന ഈ പണിക്ക് പോകുന്ന പറ്റുന്ന ആരെങ്കിലും കിട്ടും? ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും 50,000 രൂപ ശമ്പളം കിട്ടും? പോയാൽ 1% നിങ്ങൾ നോക്ക്. നിങ്ങൾ 100%, 1% 50,000 രൂപ ഒരു മാസം വാങ്ങാനുള്ള ഒരു ആർജവം കാണിക്കണം നമ്മൾ. 1%. ഇല്ലെങ്കിൽ പണി നിർത്തുന്നതല്ല. മനസ്സിലായ? കുറെ എൻട്രി എടുക്കുക, അങ്ങോട്ട് കിടക്കുക, ഇങ്ങോട്ട് കിടക്കുക. നിങ്ങൾ വിജയിക്ക്. നിങ്ങൾ ഓരോ മാസവും നിങ്ങൾ ഒരു കട തുടങ്ങിയാലും, ഒരു ഷോപ്പ് തുടങ്ങിയാലും, ഒരു പച്ചക്കറി തട്ടുകട തുടങ്ങിയാൽ പോലും നിങ്ങൾ അതിന്റെ വിലയിരുത്തൂലേ? ഇല്ലേ? 1-ാം തീയതി ആകുമ്പോൾ നിങ്ങൾ നോക്കണം എത്ര ഉണ്ടെന്ന്. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പരിശോധിച്ച് നോക്കണം. നിങ്ങൾ 10 ഡേയ്സ് ഇല്ലെങ്കിൽ എല്ലാ ദിവസവും നോക്കാം. 30 ഡേയ്സ് ഇങ്ങെടുത്ത് നോക്കണം. ഇങ്ങനെ ആത്മപരിശോധന നടത്തി നമ്മൾ മുന്നോട്ട്. 1% പറ്റുമോ? ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല. എല്ലാ മാസവും നിങ്ങൾ 1-ാം തീയതി 1%-ന്റെ സ്ക്രീൻഷോട്ട് എടുക്കും. 1%, 50,000 സ്ക്രീൻഷോട്ട് എടുക്കും. ഞാൻ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല, നമ്മൾ സ്വയം ഒരു ആത്മപരിശോധന നടത്താനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 1% പോലും നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയം. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ സടകുടഞ്ഞ് എഴുന്നേൽക്കണം. ഈ മാസം തുടങ്ങിയതേ ഉള്ളൂ. ഒക്ടോബർ ഇന്ന് 3-4ആയി. ഇനിയുണ്ട് ഈ മാസമെങ്കിലും നിങ്ങൾ മിനിമം എല്ലാ മാസവും 1-ാം തീയതി ആകുമ്പോൾ 1,00,000 രൂപയെങ്കിലും വാങ്ങാനുള്ള ചെറിയൊരു ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് ഇറങ്ങും സുഹൃത്തുക്കളെ. 1,00,000 രൂപ വാങ്ങാൻ എത്ര ഫാമിലി ബോണസ് അടിച്ചാൽ മതി? അല്ലെ? വളരെ കുറച്ച് മതി. വളരെ കുറച്ച് മതി. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങുക. പ്രപഞ്ചം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണുക. മനസ്സിലായ? ഒരു സംശയം വേണ്ട. എനിക്കിത് സാധിക്കും, എനിക്കിത് സാധിക്കും, എനിക്കിത് സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് മനസ്സിന് കൊടുത്തുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രകൃതി ശക്തി നിങ്ങളെ അനുഗ്രഹിക്കും. ഒരു സംശയം വേണ്ട. അതുകൊണ്ട് പ്രോഗ്രാം സെന്ററുകൾ സജീവമാകണം. നമ്മുടെ ഡ്യൂട്ടീസ് ഉണ്ട് വിജയിക്കണമെങ്കിൽ. പ്രോഗ്രാമിൽ വരാതെ ഒരാളും വിജയിച്ച ചരിത്രമില്ല. കേട്ടില്ല? തളർന്നു പോകും, നെഗറ്റീവ് ആയിക്കൊള്ളു. ഇന്ന് കോട്ടയം BOP ആണ്. എല്ലാ ലീഡേഴ്സും, ആ പ്രദേശത്തുള്ള മുഴുവൻ ലീഡേഴ്സും പുതിയ ഗസ്റ്റുകളായിട്ട് വരണം. ഞാൻ എന്തിനാ വരുന്നത്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കേട്ടതല്ലേ, എനിക്ക് പുതിയ ആളൊന്നും ഇല്ലല്ലോ. അങ്ങനെയല്ല. അവിടെ വന്ന് അവിടെ ഇരിക്കണം നമ്മൾ. അപ്പോഴാണ് നമ്മളൊരു എനർജി ബൂസ്റ്റ് ചെയ്യുള്ളൂ. ഓരോരുത്തരും വന്ന് പുതിയ പുതിയ ചില വാക്കുകൾ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത് മാറ്റമുണ്ടാക്കും നമ്മളെ മനസ്സിന്.
പ്രോഗ്രാം സെന്റർ ആണ് നമ്മൾ ഇതിന് ഉപയോഗിക്കേണ്ടത്. ടീം ഹോം മീറ്റിങ്ങുകൾ, അതുപോലെ തന്നെ അവരവരുടേതായ ചെറിയ ട്രെയിനിങ്ങുകൾ, ഐഡിയ അടിക്കാനുള്ള പഠിപ്പിക്കുന്ന ചെറിയ വർക്ക്ഷോപ്പുകൾ, ഇതെല്ലാം നിങ്ങൾ ടീം ബേസ് ചെയ്യുന്നുണ്ട്, പലരും ചെയ്യുന്നുണ്ട്. രാത്രി കൃത്യമായിട്ട് സൂം ചെയ്തിട്ട് സൂമിലൂടെ ഡെയിലി ക്ലാസ് എടുക്കാൻ പഠിപ്പിക്കുന്നുണ്ട് പല ടീമുകളും, അല്ലെ? നല്ല ടീമുകളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ സ്റ്റെപ്പായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് വേണം നമ്മൾ ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. അടുത്ത ചൊവ്വാഴ്ച പാലക്കാട് BOP ആണ്. BOP പറഞ്ഞു തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കയറി BOP എടുക്കാൻ പറ്റുമോ? ഈ പറഞ്ഞത് തന്നെയല്ലേ അവിടെ പറയണത്. എന്തിനാ അവിടെ പോകണമെന്ന് ചില ആൾക്കാർ ചോദിക്കും. പള്ളി പോയാൽ എന്താ പറഞ്ഞതല്ലേ പറയുന്നു, അല്ലെ? നിസ്കരിക്കുമ്പോൾ എന്താ പറയുന്നത്, പറഞ്ഞത് തന്നെയല്ലേ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ പ്രാർത്ഥനയുണ്ടോ? ആഴ്ചക്കാഴ്ചക്ക് പ്രാർത്ഥന മാറ്റാറുണ്ട്? ഇല്ലല്ലോ, അല്ലെ? എന്നിട്ട് പള്ളിയിൽ പോകുന്നില്ല ആൾക്കാർ, അമ്പലത്തിൽ പോകുന്നില്ല ആൾക്കാർ, അല്ലേ? അപ്പൊ ഒരു കൂട്ടായ്മയാണ് അവിടെ, അല്ലേ? അതേപോലെ ചൊവ്വാഴ്ചത്തെ പ്രോഗ്രാം എല്ലാം നേരത്തെ ലിസ്റ്റ് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ബുധനാഴ്ച നമ്മൾ കോഴിക്കോട് പ്രൊഡക്റ്റ് ട്രെയിനിങ് ആണ്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാത്ത ആളുകളുണ്ടാവും. ആധികാരികമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു പേനയും ഒരു നോട്ട്ബുക്കും എടുത്തിട്ട് വരണം. ഒരു പുതിയ നോട്ട്ബുക്ക് വാങ്ങിക്കാം. അൾട്രാബെറി അതിന്റെ യൂസേജ് എന്താണ്, മോർ പവർ അതിന്റെ യൂസേജ് എന്താണ്, പ്ലാന്റ് ബേസ്ഡ് ഫുഡ് സപ്ലിമെന്റ്സ് 10 എണ്ണം വന്നിട്ടുണ്ട്. ഇത് ആരും കേട്ടിട്ട് പോലുമില്ല, കണ്ടിട്ട് പോലുമില്ല, വാങ്ങിയിട്ടുമില്ല. പ്ലാൻ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇത് ഉപയോഗിച്ച കൂടാതെ 100% റിസൾട്ടാണ്. 100% റിസൾട്ടാണ്. ഷുഗർ ബാലൻസിനൊക്കെ അടിപൊളി റിസൾട്ടാണ്. നിരവധി 10ഓളം പ്രൊഡക്ട്സ് ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം, എന്നാലേ നിങ്ങൾക്ക് അത് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ പല പ്രൊഡക്റ്റും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ വരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി. പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിൽ നിർബന്ധമായിട്ടല്ല, നിർത്താൻ പോകണം, സമയത്തിരിയായി, നിങ്ങൾക്ക് പോകാൻ തിരക്കുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് ട്രെയിനിങ് ആണ്. അന്ന് ആ ഹോളെന്ന് അറിയണം. എല്ലാവരും നിങ്ങളുടെ ടീമിലുള്ള ആളുകളും അവിടെ പങ്കെടുപ്പിക്കണം. 100 രൂപ എൻട്രി ഫീ ഉള്ളൂ. ഉച്ചക്ക് തീരും, ഉച്ചവരെയുള്ള പ്രോഗ്രാമാണ്. ആ ഹോള് നിറഞ്ഞ് കവിയണം. വിജയിക്കണോ നിങ്ങൾക്ക്? നിങ്ങളുടെ ടീമിലുള്ള, ഒറ്റയ്ക്ക് വന്നിട്ടൊരു കാര്യമില്ല, ടീമിലുള്ള ആളുകളെ കൊണ്ടൊന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ്. വ്യാഴാഴ്ച കണ്ണൂർ BOP ആണ്. ഇപ്രാവശ്യം നമ്മൾ തലശ്ശേരിയിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കണ്ണൂർ ഹാളുകൾ നല്ലത് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തലശ്ശേരിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും തലശ്ശേരിയിലേക്ക് കൃത്യസമയത്ത് എത്തണം. ഈ 2 പ്രോഗ്രാമിലും ഞാൻ അവിടെ ഉണ്ടാവും. തലശ്ശേരി വ്യാഴാഴ്ചയാണ് പ്രോഗ്രാം. അതിന്റെ പിക്കെല്ലാം ഗ്രൂപ്പുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ലീഡേഴ്സ് ഷെയർ ചെയ്യണം പല ഗ്രൂപ്പിലേക്ക്. ഒരാളും ഷെയർ ചെയ്യില്ല. ഇതെല്ലാം ഞാൻ തന്നെ ചെയ്തോളാം. ഇതെല്ലാം എന്റെ പണിയാണ്, മനസ്സിലായ? ഒരു പിക്ക് പോലും എടുത്തിട്ട് ഷെയർ ചെയ്യില്ല പല ഗ്രൂപ്പിലേക്ക്. പുതിയ എന്തെങ്കിലും കിട്ടി അത് ഷെയർ ചെയ്യില്ല. അപ്പൊ ഇതെല്ലാം ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യണം. പുതിയ ഗസ്റ്റുകൾ ഇപ്പോഴേ തന്നെ നിങ്ങൾ നോക്കി വെച്ചിട്ട് പുതിയ ഗസ്റ്റുകളായിട്ട് അന്നത്തെ പ്രോഗ്രാമിൽ വരണം. ഇങ്ങനെ ഓരോരോ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് BBS വരും. പ്രൊഡക്റ്റ് ട്രെയിനിങ് കഴിയുമ്പോൾ നമ്മൾ ബിസിനസ് ബിൽഡിംഗ് സെമിനാറുകൾ, എങ്ങനെ നല്ലൊരു ബിസിനസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും, അതാണ് അടുത്ത സ്റ്റെപ്പിൽ വരാൻ വേണ്ടി പോകുന്നത്. പിന്നെ സ്റ്റെപ്പ് അത് കഴിഞ്ഞിട്ട് RTP വയനാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞു. 40-45 പേരുണ്ടായിരുന്നു ഒരു RTP. അടുത്ത RTP ശശിപ്പാറയിൽ വരികയാണ്. അവിടെയും 10-60 പേർക്ക് പങ്കെടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ ഓരോ ടീം ബേസ് RTP പാലക്കാട് ബേസ് ചെയ്തിട്ട് അടുത്ത മാസം RTP വരുന്നുണ്ട്, പ്രസിഡന്റിന്റെ ട്രെയിനിങ് പ്രോഗ്രാം. അവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടുതലായിട്ട് ഇത് ബിസിനസ് അറ്റാച്ച്മെന്റും ഒക്കെ വരുന്നൊരു സംഭവമാണ് RTP എന്ന് പറയുന്നത്. ഇതെല്ലാം ടീം ബേസിൽ ഓരോ ടീമുകൾ പ്ലാൻ ചെയ്ത് വരികയാണ്. അപ്പം വളരെ സജീവമായിട്ട് നിങ്ങൾ എന്ത് ലക്ഷ്യവുമായിട്ടാണോ ഇതിനകത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നത്, അത് നേടിത്തരുന്നതിന് വേണ്ടിയിട്ട്, അതിനെ ഉറപ്പിച്ചു അത് നേടിത്തരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയാണ്. അല്ലാണ്ട് വഴിയിലിട്ടിട്ട് പോകുന്ന വിഷയം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നിങ്ങൾ വേണമെങ്കിൽ നിർത്തിപ്പോകുന്നവർ പോയിക്കോ, ഒരു കുഴപ്പമില്ല. ഇക്കരെ കാണുമ്പോൾ അക്കരെ പച്ച, അക്കരെ കാണുമ്പോൾ ഇക്കരെ പച്ച. അത് പോയവരൊക്കെ ഇപ്പൊ മേലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും. ഇവിടുന്ന് പുറപ്പെടുകയും ചെയ്തു, അവിടെ എത്തുകയും ചെയ്തു. ഒന്നുമില്ല. ഈ പണ്ടേ ഈ റീപർച്ചേസ് വന്നിരുന്നെങ്കിൽ ഞങ്ങൾ പോകില്ലായിരുന്നേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നെഞ്ചത്തടിച്ചു കരയുന്നു, മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ, എറണാകുളത്തുണ്ട് NDOP. അത് ഞാൻ പറയാൻ വിട്ടുപോയി. എൻ്റെ സെക്കൻഡ് സാറ്റർഡേ അടുത്ത എറണാകുളം NDOP ആണ്. ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം വരിക. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ കണ്ണ് പോയാലേ കണ്ണിന്റെ കാഴ്ച അറിയും നമ്മൾ പറയാറുണ്ട്, അല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ പറയാറുണ്ട് എപ്പോഴും, അല്ലേ? അപ്പൊ കണ്ണുണ്ടാവുമ്പോൾ കണ്ണിന്റെ കാഴ്ച അറിയില്ല എന്ന് പറഞ്ഞു. ബയോട്ടോറിയം വിട്ടാലേ നിങ്ങൾക്ക് ഇതിന്റെ മഹത്വം മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് വിടാനുള്ളവരല്ലേ ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ടീമിലുള്ളവരോട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആവേശത്തോടുകൂടി ഞാൻ വിജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സും ഊർജവും ശക്തിയും ഈശ്വരൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രോഗ്രാം സെന്ററുകളിലും നിറസാന്നിധ്യമായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഇബേട്ടോറിയം.